20 ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ. അമേരിക്കയിലെ സൗദി അംബാസിഡർ അമീർ ഖാലിദ് ബിൻ സൽമാനെ സൗദി ഉപപ്രതിരോധ മന്ത്രിയായും സൗദി സ്പോർട്സ് ഫെഡറേഷൻ മേധാവി റീബ ബിൻത് മന്ദറിനെ അമേരിക്കൻ അംബാസിഡറായും നിയമിച്ച് രാജവിജ്ഞാപനമിറക്കി. സൽമാൻ രാജാവിന്റെ അസാന്നിധ്യത്തിൽ കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാനാണ് രാജവിജ്ഞാപനമിറക്കിയത്. തെക്കൻ അതിർത്തിയിൽ സേവനം നൽകുന്ന സൈനികർക്ക് 1 മാസത്തെ ശമ്പളം ബോണസായി നൽകാനും വിജ്ഞാപനമുണ്ട്. മുൻ സൗദി അംബാസിഡർ ആയിരുന്ന അമീർ ബന്ദർ ബിൻ സുൽത്താന്റെ മകളാണ് റീമ ബന്ദർ. അമേരിക്കയിൽ നിന്ന് മ്യൂസിയോളജിയിൽ ബിരുദം നേടിയ റീമ സൗദിയിൽ ആദ്യമായി സ്പോർട്സ് ഫെഡറേഷൻ മേധാവിയായ വനിത കൂടിയാണ്. വനിതാ ശാക്തീകരണത്തിലും സ്പോർട്സ് മേഖലയിലും സൗദിക്ക് പുതിയ മുഖം നൽകിയ വ്യക്തിത്വമാണ്. സൗദിയുടെ ആദ്യ വനിതാ അംബാസിഡർ എന്ന പദവിയും അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അമീർ ഖാലിദ് ബിൻ സൽമാൻ അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ സഹോദരനാണ്. നേരത്തെ റോയൽ സൗദി എയർഫോഴ്സിൽ 2ാം ഉപസേനാധിപതിയായിരുന്നു. അതിനുശേഷമാണ് അമേരിക്കൻ അംബാസിഡറായി നിയമിതനായത്. ന്യൂസ് ടുഡേ, ജിദ്ദ. അഴിമതി വിവരം നൽകുന്നവരെ സംരക്ഷിക്കാൻ സൗദിയിൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് ദേശീയ അഴിമതി കമ്മീഷൻ വക്താവ് അബ്ദുറഹ്മാൻ അൽ അജ്ലാൻ രാജ്യത്ത് അഴിമതി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തുടക്കമിട്ടതായും അദ്ദേഹം പറഞ്ഞു. അഴിമതി വിവരം നൽകുന്നവരെ സംരക്ഷിക്കാൻ പുതിയ നിയമ സംവിധാനം പ്രാബല്യത്തിൽ വരുമെന്ന് ദേശീയ അഴിമതി വിരുദ്ധ കമ്മീഷൻ വക്താവ് അബ്ദുറഹ്മാൻ അൽ അജ്ലാനാണ് അറിയിച്ചത്. അഴിമതിയെയും അധികാര ദുർവിനിയോഗത്തെയും കുറിച്ച് വിവരം നൽകുന്നതിന് പുതിയ നിയമം ആളുകളെ പ്രോത്സാഹിപ്പിക്കും. അഴിമതി വിരുദ്ധ പോരാട്ട മേഖലയിൽ ബന്ധപ്പെട്ട വകുപ്പുകളുമായി അഴിമതി വിരുദ്ധ കമ്മീഷൻ സഹകരിക്കുകയും ഏകോപനം നടത്തുകയും ചെയ്യുന്നുണ്ട്. സംശയിക്കപ്പെട്ട അഴിമതി കേസുകളെ കുറിച്ച് സൗദി പൗരന്മാരും വിദേശികളും പരാതികൾ നൽകുന്നത് പ്രശംസനീയമാണെന്നും അബ്ദുറഹ്മാൻ അൽ അജ്ലാൻ പറഞ്ഞു. 3 വർഷത്തിനിടെ ദേശീയ അഴിമതി വിരുദ്ധ കമ്മീഷന് 33,000 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ടുഡേ, റിയാദ്. രാജ്യത്തെ സുരക്ഷാ വകുപ്പുകൾ 15 മാസത്തിനിടെ നടത്തിയ റെയ്ഡുകളിൽ 26 ലക്ഷത്തോളം നിയമലംഘകർ പിടിയിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 6 ലക്ഷത്തോളം നിയമലംഘകരെ സൗദിയിൽ നിന്നും നാടുകടത്തുകയും ചെയ്തു. 20,78,375 ഇഖാമ നിയമലംഘകരും 4,79,066 തൊഴിൽ നിയമലംഘകരും 1,80,575 നുഴഞ്ഞുകയറ്റക്കാരുമാണ് ഇക്കാലയളവിൽ പിടിയിലായത്. അതിർത്തികൾ വഴി രാജ്യത്ത് നുഴഞ്ഞു കയറുന്നതിന് ശ്രമിച്ച 40,022 പേരും അനധികൃത രീതിയിൽ അതിർത്തികൾ വഴി രാജ്യം വിടാൻ ശ്രമിച്ച 1,907 പേരും ഇഖാമ തൊഴിൽ നിയമലംഘകർക്ക് താമസ യാത്ര സൗകര്യങ്ങൾ നൽകിയ 3,403 വിദേശികളും 1,095 സ്വദേശികളും ഇക്കാലയളവിൽ പിടിയിലായി. 15 മാസത്തിനിടെ 6,74,952 നിയമലംഘകരെ സൗദിയിൽ നിന്ന് നാടുകടത്തിയതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ടുഡേ, റിയാദ്. ആരോഗ്യത്തിന് ഹാനികരമായ ബേബി ഫുഡുകൾ പ്രാദേശിക വിപണിയിൽ നിന്ന് പിൻവലിക്കാൻ തീരുമാനിച്ചതായി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി അറിയിച്ചു. സ്പെയിനിൽ നിർമ്മിച്ച ബ്ലെമിംഗ് പ്ലൻ ട്രേഡിംഗ് മാർക്കിലുള്ള 2 ഇനം ബേബി ഫുഡ് ടിന്നുകളാണ് 3 ഇനം ബാച്ചുകളായി പിൻവലിക്കുന്നത്. സ്പെയിനിൽ നിർമ്മിച്ച ബ്ലെമിൽ പ്ലസ് ട്രേഡ് മാർക്കിലുള്ള 2 ഇനം ബേബി ഫുഡ് ടിന്നുകളുടെ 3 ബാച്ചുകളാണ് പിൻവലിക്കുന്നത്. സൽമോനെല്ല ബാക്ടീരിയ ബേബി ഫുഡ് ടിന്നുകളിൽ അടങ്ങിയതായി കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണിത്. 2018 ഒക്ടോബറിൽ നിർമ്മിച്ച ബെമിൽ പ്ലസ് HR 1,400 ഗ്രാം ഇനത്തിൽപ്പെട്ട ബേബി ഫുഡ് ടിൻ 138/2918 ബാച്ചും 2018 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നിർമ്മിച്ച ബ്ലമിൽ പ്ലസ് HR 2,400 ഗ്രാം ഇനത്തിൽപ്പെട്ട ബേബി ഫുഡ് ടിൻ 197/2918 198/2918 ബാച്ചുകളുമാണ് വിപണിയിൽ നിന്ന് പിൻവലിക്കുന്നത്. ന്യൂസ് ടുഡേ, റിയാദ്. ദുബൈയിലേക്കുള്ള ബംഗ്ലാദേശ് വിമാനം റാഞ്ചാൻ ശ്രമം.
തലസ്ഥാനമായ ധാക്കയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെട്ട ബംഗ്ലാദേശ് ബീമാൻ കമ്പനിയുടെ BG-147 വിമാനം റാഞ്ചാൻ ശ്രമിച്ച 25-കാരനെ കമാൻഡോകൾ വെടിവെച്ചു കൊന്നു. യാത്രക്കാർ സുരക്ഷിതരാണ്. തലസ്ഥാനമായ ധാക്കയിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെട്ട ബംഗ്ലാദേശ് ബിമാൻ കമ്പനിയുടെ BG-147 വിമാനമാണ് 25-കാരൻ റാഞ്ചാൻ ശ്രമിച്ചത്. യുവാവുമായി എയർ വൈസ് മാർഷൽ മുഫീദ് ടെലിഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ കമാൻഡോകൾ നാടകീയമായി വിമാനത്തിനകത്തേക്ക് ഇരച്ചു കയറി വെടിവെക്കുകയായിരുന്നു. ബംഗ്ലാദേശുകാരനായ ഇയാളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ചിറ്റഗോങ്ങിൽ ഇറക്കിയ വിമാനത്തിലുണ്ടായിരുന്ന 148 യാത്രക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചതായും സൈനിക വക്താവ് മേജർ ജനറൽ മുത്തിഉർ റഹ്മാൻ അറിയിച്ചു. അതേസമയം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയോട് സംസാരിക്കണമെന്ന് ആവശ്യം യുവാവ് ഉന്നയിച്ചിരുന്നു. യുവാവിന്റെ പക്കൽ ബോംബുണ്ടെന്നും അറിയിച്ചതിനെ തുടർന്നാണ് കൂടുതൽ പട്ടാള നാവികസേന വിഭാഗങ്ങളും സായുധ പോലീസും എത്തിയതെന്ന് എയർ വൈസ് മാർഷൽ മുഫീദ് പറഞ്ഞു. മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്ക് ശേഷമാണ് രംഗം ശാന്തമായത്. മരണപ്പെട്ട യുവാവിന് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്ന റിപ്പോർട്ടുകളും ഉണ്ട്. ന്യൂസ് ടുഡേ. ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം ഫുട്ബോൾ ക്ലബ് 2019 കമ്മിറ്റി തിരഞ്ഞെടുത്തു. ബത്തയിൽ ചേർന്ന ജനറൽ ബോഡി യോഗമാണ് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത്. ടീമിനാവശ്യമായ പരിശീലനങ്ങൾ നൽകാനും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനുമുള്ള സംവിധാനങ്ങൾ ഉറപ്പുവരുത്താനും യോഗം തീരുമാനിച്ചു. കഴിഞ്ഞ പതിറ്റാണ്ടിലധികമായി ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായ ഇന്ത്യ ഫ്രട്ടേണിറ്റി ഫോറം കായിക രംഗത്തും ചുവടുറപ്പിച്ച് മികവ് തെളിയിച്ച് വരികയാണ്. കഴിഞ്ഞ 6 വർഷമായി റിയാദ് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ അംഗമായ IFFC 2019ലേക്കുള്ള പുതിയ കമ്മിറ്റിയെ ബത്തയിൽ ചേർന്ന ജനറൽ ബോഡി യോഗം തിരഞ്ഞെടുത്തു. ഷാഫി കൊടുവള്ളി പ്രസിഡന്റും മുസ്തഫ കണ്ണൂർ വൈസ് പ്രസിഡന്റും ഗഫൂർ വളാഞ്ചേരി ജനറൽ സെക്രട്ടറിയും മുനീർ കണ്ണൂർ സെക്രട്ടറിയും ഹക്കീം തൊഴിൽപ്പാടം സെക്രട്ടറിയായും ഹബീബ് ഖജാഞ്ചിയായും ആന്റണി ടീം ക്യാപ്റ്റനായും ഇർഷാദ് പാലക്കാട് വൈസ് ക്യാപ്റ്റനായും ഷമീർ ടീം കോച്ചായും ഇബ്രാഹിം തിരൂർക്കാട് ടീം മാനേജറായും ക്ലബ് ചീഫ് കോർഡിനേറ്ററായി ബഷീർ കാരന്തൂരിനെയും തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ടുഡേ. അറേബ്യൻ ഡ്രൈവേഴ്സ് അസോസിയേഷൻ 1ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ദ്വിദിന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ജബ് കാർഗോ റിയാദ് സ്പോൺസർ ചെയ്ത വിന്നേഴ്സ് കപ്പും ക്യാഷ് പ്രൈസും മലാസ് ജലീൽ മെഡിക്കൽ യൂത്ത് വിന്നേഴ്സ് ടീം സ്വന്തമാക്കി. ഫെബ്രുവരി 21-22 തീയതികളിൽ നടന്ന മത്സരത്തിൽ എയർ ഇന്ത്യ റിയാദ് മാനേജർ ശ്രീ മാരിയപ്പൻ കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു. നസ്രിയ ബദറുദ്ദീൻ ഓയിൽ ചെയിൻ സ്പോൺസർ ചെയ്ത ഫസ്റ്റ് റണ്ണേഴ്സ് കപ്പ് സാബ് എക്സ്പ്രസ് റിയാദ് ടീം വിജയികളായി. എയർ ഇന്ത്യ റിയാദ് മാനേജർ മാരിയപ്പൻ കിക്ക് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്ത പ്രസ്തുത ടൂർണമെന്റിൽ ഷിഹാബ് കൊട്ടുകാട് മുഖ്യപ്രഭാഷണം നടത്തി. റിയാദിലെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകരായ ജലീൽ പള്ളാത്തുരുത്തി, അയൂബ് കാരൂപെന്നട, ജയൻ കൊടുങ്ങല്ലൂർ, മജീദ് പൂളക്കാടി, ഡൊമിനിക് സാവിയോ, റിജോഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജെറീൽ മെഡിക്കൽസിലെ ജോബിയെ കളിയിലെ മികച്ച താരമായും, സാബ് എക്സ്പ്രസിലെ ഷെഫീഖിനെ മികച്ച ഡിഫൻഡറായും, സാബ് എക്സ്പ്രസിലെ കമാലിനെ മികച്ച ഗോൾ കീപ്പറായും തിരഞ്ഞെടുത്തു. മുഖ്യ രക്ഷാധികാരി സാബു ഫിലിപ്പ്, പ്രസിഡന്റ് ജോർജ് തൃശൂർ, സെക്രട്ടറി മുഹമ്മദ് ഷാ വെഞ്ഞാറമൂട്, കൺവീനർ ജോജു തൃശൂർ, ട്രഷറർ സജീർ തിരുവനന്തപുരം, ഷാഫി മൂർഖനാട്, ബാദുഷ, റഫീഖ് തൃശൂർ, അയൂബ് ആലുവ, മുസ്തഫ മഞ്ചേരി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ടുഡേ, റിയാദ്. തുടർച്ചയായി നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ സമാധാന അന്തരീക്ഷത്തിനും ജനാധിപത്യത്തിനും കടുത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നതെന്ന് പ്രവാസി സാംസ്കാരിക വേദി ഷിഫ യൂണിറ്റ് സമ്മേളനം അഭിപ്രായപ്പെട്ടു. കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് സാജു ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് സാജു ജോർജ് ഷിഫ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് ഭരണകൂടങ്ങളാണെന്നും തീവ്ര ഭീകര പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്ന കൊലപാതക പരമ്പരകളും ആക്രമണങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് അപലപനീയമാണെന്നും യോഗം അഭിപ്രായപ്പെട്ടു. ഷിഫ ബദറിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദിഖ് ഇരിക്കൂർ അധ്യക്ഷനായിരുന്നു. പ്രവാസി റിയാദ് ജനറൽ സെക്രട്ടറി ഖലീൽ പാലോട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഖാലിദ് അന്തമാൻ വിഷയം അവതരിപ്പിച്ചു. CC വൈസ് പ്രസിഡന്റ് സൈനുൽ ആബിദീൻ,
വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് സമി ഉല്ല, സെക്രട്ടറി ഷമീർ പത്തനാപുരം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സനൽ കവിത ആലപിച്ചു. ഷിഫ യൂണിറ്റ് സെക്രട്ടറി റുക്സാന സ്വാഗതവും ട്രഷറർ ഇഷാദ് പി നന്ദിയും പറഞ്ഞു. ന്യൂസ് ടുഡേ, റിയാദ്. UAE പ്രമുഖ CBSE സ്കൂളിൽ അധ്യാപകരെ നിയമിക്കുന്നത് ഒഡെപെക്കും. കുവൈറ്റിലേക്ക് ഗാർഹിക തൊഴിലാളി, കെയർടേക്കർ, ടെയിലർ എന്നീ തസ്തികകളിൽ നോർക്ക റൂട്ട്സും റിക്രൂട്ട്മെന്റ് നടത്തുന്നു. താൽപര്യമുള്ളവർ ബയോഡാറ്റയും അപേക്ഷാ ഫോറവും പൂരിപ്പിച്ച് പ്രസ്തുത ഇമെയിൽ വിലാസത്തിൽ അറിയിക്കേണ്ടതാണ്. UAE പ്രമുഖ CBSE സ്കൂളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നതിന് ഒഡെപെക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, ഗ്രാജുവേറ്റ് ടീച്ചർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, കിൻഡർ ഗാർട്ടൻ ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തസ്തികകളിലാണ് നിയമനം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.odepec.kerala.government.in അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് teachers.odepec@gmail.com മാർച്ച് 2 അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04712329444142 എന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. കുവൈറ്റിലേക്ക് ഗാർഹിക തൊഴിലാളി, കെയർടേക്കർ, ടെയിലർ എന്നീ തസ്തികകളിൽ 30-നും 40-നും മധ്യേ പ്രായമുള്ള വനിതകളെയാണ് നോർക്ക റൂട്ട്സ് തെരഞ്ഞെടുക്കുന്നത്. 28,000 മുതൽ 40,000 രൂപ വരെയാണ് ശമ്പളം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിസ, വിമാന ടിക്കറ്റ്, താമസം, ഭക്ഷണം എന്നിവ ഉൾപ്പെടെ റിക്രൂട്ട്മെന്റും തികച്ചും സൗജന്യമാണ്. താൽപര്യമുള്ളവർ ബയോഡാറ്റയും ഫുൾ സൈസ് ഫോട്ടോയും ഫെബ്രുവരി 28 norca.dsw@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 180042539399 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ടുഡേ.